വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ചെയ്യുന്നത് കുറച്ച് ഹെൽത്ത് ടിപ്സാണ് കേട്ടോ. നമുക്ക് ജലദോഷം അതുപോലെ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് നമ്മൾ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 2-3 പനിക്കൂർക്കൻ്റെ ഇലയും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ജലദോഷം ഉണ്ട്, അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിളപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് വീഡിയോ ആയിട്ട് ചെയ്യാലോ, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടിപ്സും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ജാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇലയൊക്കെ ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് ചെറിയ ചൂട് തന്നെ കുടിക്കാം. ഇനി ഞാൻ അടുത്തായിട്ട് കാണിക്കുന്നത് നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആവി കൊള്ളാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു 5-8 പനിക്കൂർക്കൻ്റെ ഇലയും ഒരു 5-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ചുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ മേലെ വട്ടം കുറവുള്ള പാത്രത്തിലാണ് നമുക്ക് ആവി കൊള്ളാൻ നല്ലത്. ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഈ പാത്രം എടുത്തുന്നുള്ളൂ. നമ്മൾ സാധാരണ ആവി കൊള്ളുന്ന പോലെ പുട്ടും കുടത്തിലോ അങ്ങനെ ഏതെങ്കിലും വായുവട്ടം കുറവുള്ള പാത്രത്തിൽ നമ്മൾ സാധാരണ ആവി കൊള്ളുന്ന പോലെ തന്നെ കൊള്ളാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആവി കൊള്ളാം. ഇനി ഞാൻ കാണിക്കുന്നത് നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി 3 കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടീസ്പൂൺ തേനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ടവേദനയ്ക്കൊക്കെ വളരെ ആശ്വാസം കിട്ടും. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ നെഞ്ചരിച്ചൽ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുടിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ചതിന് ശേഷം അത് അരിച്ചിട്ട് നമുക്കൊരു ചെറിയ ചൂടിൽ കുടിക്കാം. അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് നെഞ്ചരിച്ചിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കൈയിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന തഴമ്പൊക്കെ ഉണ്ടല്ലോ. ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് കൂടുതൽ ഡ്രൈവ് ചെയ്താലൊക്കെ കൈയിൻ്റെ ഉള്ളിൽ തഴമ്പ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് മിക്സിയിൽ നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് കൈയിൻ്റെ ഉള്ളം കയ്യിൽ തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളയാം. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തഴമ്പൊക്കെ പോയി കിട്ടും. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ചില സമയത്തൊക്കെ നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ അലർജി പോലെ അങ്ങനെ ഒരു പിങ്ക് കളറിലൊക്കെ ഇങ്ങനെ റാഷസ് പോലെയൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ എണ്ണ നമുക്ക് ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് പരട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റാഷസൊക്കെ മാറിക്കിട്ടും. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുടിക്കാനുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ചുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചൂടിലത് കുടിക്കാം. ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചിട്ട് ചെറിയൊരു ചൂടിൽ തന്നെ നമുക്ക് അരിച്ചിട്ട് കുടിക്കാം. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമുക്ക് കൺപോളിൻ്റെ മേലെയൊക്കെ നമുക്ക് ചില സമയത്ത് കുരു വരാറുണ്ടല്ലോ, അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു പിടി പുളീൻ്റെ ഇല എടുത്തിട്ടുണ്ട്, അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ, നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുളിൻ്റെ ഇല ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൺപോൾ ചെയ്യുമ്പോൾ പരട്ടിയതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാം. അപ്പോൾ എങ്ങനെ നമ്മളൊരു 3 നേരം ചെയ്യുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ കുരു നമുക്ക് കുറഞ്ഞു കിട്ടും. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ തൊണ്ടയടപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സമയത്ത് നമ്മൾ വെറ്റിലനീരിൽ തേൻ ചേർത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊണ്ടയടപ്പിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഞാൻ ഒരു വെറ്റിലെടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, നീര് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കുറേശ്ശെ കുടിക്കുകയാണെങ്കിൽ തൊണ്ടയെടുപ്പിനൊക്കെ നല്ല ആശ്വാസം കിട്ടും. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് ബ്ലഡൊക്കെ കൂടാനൊക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ 5 ഇതളുള്ള ചുവപ്പ് നാടൻ ചെമ്പരത്തി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 6 ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇതളുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതളുകളൊക്കെ നമുക്കൊന്ന് വേറേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതളുകളൊക്കെ വേറേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതളുകൾ ഇട്ട് കൊടുക്കാം. ഇതളുകൾ ആ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ആ ഇതളിൻ്റെ കളറൊക്കെ നന്നായി ആ വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വെള്ളത്തിന് ആ പൂവിൻ്റെ ഒക്കെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്